വളരെ നേരത്തെ തൊട്ട് തന്നെയാണെങ്കിലും ആരിഫ് നല്ലപോലെ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ മൂന്ന് പേരും അഹമിഹയായിട്ട് നല്ലതുപോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണിത്. ആര് ജയിക്കും ആര് തോക്കുമെന്ന് എണ്ണി നോക്കാതെ പെട്ടി പൊട്ടിച്ച് എണ്ണാതെ നമുക്ക് പറയാൻ സാധിക്കില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ശോഭയ്ക്ക് കഴിഞ്ഞ, അതായത് BJPക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ വോട്ടിംഗ് ശതമാനങ്ങളും ഇവിടെ പഴയതിനേക്കാൾ മെച്ചമായ നിലയിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ആര് ജയിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതെല്ലാം ഓരോരുത്തരും അവരവരുടേതായ രാഷ്ട്രീയ കണ്ണാടിയിൽ കൂടി നോക്കുമ്പോൾ UDFന് UDF തരംഗം പറയും, BJP തരംഗം പറയും, LDF അവരുടെ തരംഗം പറയും. എന്താണ് തരംഗമെന്ന് അവസാനം പെട്ടി പൊട്ടിച്ച് എണ്ണി നോക്കി കാണുമ്പോൾ ജനങ്ങൾ കൊടുത്ത തരംഗം എന്താണെന്ന് അപ്പം അറിയാം. ഇപ്പൊ പറഞ്ഞതിനകത്ത് അതെല്ലാം രാഷ്ട്രീയ അഭിപ്രായമായിട്ട് നമുക്ക് കണക്കൂട്ടേണ്ടതുള്ളൂ. കാരണം ഓരോ രാഷ്ട്രീയക്കാരും അവരുടേതായ പൊക്കിയല്ലാതെ പറയുമോ, ഓരോരുത്തരും അവരെല്ലാം പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമായിപ്പോ. ഈ തെരഞ്ഞെടുപ്പിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിൽ അത് എനിക്കറിയില്ല. ആ അക്കൗണ്ട് തുറക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് പറയാൻ സാധിക്കില്ല. കാരണം അവർ 2 സീറ്റ് ഉറപ്പ് പറയുന്നു, 1 സീറ്റെങ്കിലും കിട്ടുമെന്ന് പറയുന്നു. തിരുവനന്തപുരം കിട്ടിക്കഴിഞ്ഞു, തൃശ്ശൂർ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. ഇതൊക്കെ എന്താണ് ഏതാണ് എന്ന് നമ്മൾ ആരെക്കാളും കൗശലക്കാരാണ് ജനം, രാഷ്ട്രീയക്കാരെക്കാളും കൗശലക്കാരാണ് ജനം. വോട്ടർമാരെല്ലാം ഓരോന്നും മനസ്സിച്ച് വെച്ചിട്ടുണ്ട്. പണ്ടെല്ലാം ഓരോരുത്തരും ധരിക്കുന്നുണ്ട് തന്നെ വീട്ടിൽ നിന്ന് അച്ഛൻ പറഞ്ഞാൽ അല്ലെങ്കിൽ അമ്മ പറഞ്ഞാൽ അതനുസരിച്ച് അവർ പെട്ടി ആ പറയുന്ന ചിഹ്നത്തെ കുത്തുന്നു. ആ കാലം പോയി. ഇന്ന് അച്ഛൻ പറഞ്ഞാൽ പോലും കുത്തുകയില്ല, അമ്മയാണെങ്കിൽ പറഞ്ഞാലും കേൾക്കില്ല. ഓരോരുത്തരും അവരുടേതായ ഐഡന്റിറ്റിയിൽ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, വലിയൊരു ചെറുപ്പക്കാരുടെ മുന്നേറ്റം ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവർ എവിടെയിട്ടൊക്കെയാണ് കുത്തണമെന്ന് ആർക്കും അറിയാനൊക്കത്തില്ല. ആ ചെറുപ്പക്കാർ ഇവിടെയെല്ലാം അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു. അതിനായിരിക്കും മുൻതൂക്കം കിട്ടാൻ പോവുക. കാരണം ചെറുപ്പക്കാർ നമ്മൾ ആരും വിചാരിക്കുന്ന രീതിയിലല്ല ഒരു പാർട്ടിക്കോ അടിമയോ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയുടെ വാലോ ചൂലോ ആയിട്ടല്ല അവർ നിൽക്കുന്നത്. അവർ സ്വന്തമായ അഭിപ്രായത്തിൽ നിന്നുകൊണ്ട് വോട്ട് ചെയ്യുന്ന ഒരു പ്രത്യേക വിശേഷത ഈ വർത്തമാനകാലത്തുണ്ട്. അതുകൊണ്ട് നമുക്ക് ആര് ജയിക്കും ആര് തോക്കും എന്ന് പ്രവചിക്കാൻ ഒരു കാരണവശാലും സാധിക്കില്ല. ഇഞ്ചോടിഞ്ചാണ് ഓരോ സ്ഥലങ്ങളിലും ഫയറ്റുന്നത്. ഞാൻ വിലയിരുത്തി ഇത്തവണത്തെ വില ഞാൻ ഇരുത്തല്ല, ഞാൻ കുഴച്ചു പോകും. ഞാൻ വിലയിരുത്താൻ പോയാൽ ദേശീയ തലത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. അന്ന് 180 കൊണ്ട് കോൺഗ്രസിന് എല്ലാം ജയിച്ചാൽ എത്ര സീറ്റ് കിട്ടും? 100 സീറ്റ് കിട്ടും, അത്രയല്ലേ ഉള്ളു. അതുകൊണ്ട് ഭരിക്കാനൊക്കുക. ഇവിടെ തർക്കം അവർ തന്നെ പറയണം, 350 കിട്ടും, 400 കിട്ടും, ഇതല്ലേ തർക്കമുള്ളു. പിന്നെ അതിനിപ്പോ തർക്കം നിങ്ങൾക്കും എനിക്കും ആർക്കും ഇല്ലല്ലോ. ഞാൻ കണ്ടു അത് ചർച്ച നടത്തിയെന്നൊക്കെ ഇങ്ങനെ TV ഞാൻ കണ്ടു. ഞാൻ കാണാത്തതും അറിയാത്തതും TV മാത്രം കണ്ടുകൊണ്ട് ഒരഭിപ്രായം പറയുന്നത് ശരിയല്ല. അതെല്ലാം അവർ തമ്മിൽ രാഷ്ട്രീയം തമ്മിൽ പറഞ്ഞ് അതിന്റെ കണക്ക് പറഞ്ഞ് അവർ തീർക്കട്ടെ. എന്നെ കൂട്ടുള്ളവർക്ക് യാതൊരു കാര്യമില്ല. പിണറായി വിജയൻ ഇന്ന് പരസ്യമായി EP-യെ കുറ്റപ്പെടുത്തി. അതായത് EP-യുടെ കൂട്ടുകെട്ട് നല്ലതല്ല, പാപിയുടെ കൂടെ ശിവൻ കൂട്ടുകൂടിയാൽ ശിവനും പാപിയാകുമെന്നാണ് പരസ്യമായി ഇന്ന് അത് പോളിന്റെ പറഞ്ഞത് ഇന്നത് രാവിലെ. ഞാൻ കണ്ടില്ല. അദ്ദേഹം ചിലപ്പോൾ ആലങ്കാരികമായി പറഞ്ഞായിരിക്കും. പാപികളുടെ കൂടെ കൂടിയാൽ ആരായാലും, അത് ആര് കൂടിയാലും, നിങ്ങൾ കൂടിയാലും ഞാൻ കൂടിയാലും ജയരാജൻ കൂടിയാലും ആരും പാപികളുടെ കൂടെ കൂടിയാൽ അതിന്റെ ദോഷം കൂടുന്നവരും ഉണ്ടാവും. എന്നൊരു ആലങ്കാരികമായി ആര് പറഞ്ഞാലും അത് ശരിയാണ്. അത് ജയരാജനെ ഉദ്ദേശിച്ചാണോ വേറെ ആരെ ഉദ്ദേശിച്ചാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ. ഏതായാലും ഇങ്ങനൊരു ചർച്ച വന്നു, ഒരു സത്യക്കുറവല്ലത് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞായിട്ട് ഞാൻ കേട്ടു. എന്തുമാട്ടെ, ദല്ലാളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോയിരുന്നു എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പക്ഷെ സമ്മതിക്കുന്നത് ഞാൻ പോയ കാര്യങ്ങൾ പാർട്ടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് തെറ്റൊന്നുമില്ല. റിപ്പോർട്ട് ചെയ്തിട്ട് പോകാമല്ലോ, പോയ ശേഷം റിപ്പോർട്ട് ചെയ്യാമല്ലോ. ഈ ശോഭാ സുരേന്ദ്രൻ കൂടുതൽ നില മെച്ചപ്പെടുത്തുമെന്ന് പറയുന്നു. BJP ഇവിടെ വോട്ട് കൂടുതൽ പിടിക്കുമെന്ന് പറയുന്നു. ആരുടെ വോട്ടായിരിക്കും? കാരണം BJP കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ട് പിടിക്കുകയാണെങ്കിൽ അത് LDF-ന്റെ UDF-ന്റെ വോട്ടുകളാണ്. ഇത്തവണ ആരുടെ വോട്ടുകളായിരിക്കും കൂടുതലായി? ഒട്ടും പറയാൻ നിവൃത്തിയില്ലാത്തൊരു സ്ഥിതിയാണ്. അതിലാണ് കുഴഞ്ഞത്. പണ്ടെല്ലാം നമുക്ക് മനസ്സിലാക്കുമായിരുന്നു UDF-ന്റെ വോട്ടായിരിക്കും പിടിക്കുന്നത്. ഇത്തവണ ആരുടെ വോട്ടായിരിക്കും കൂടുതൽ പിടിക്കുന്നത് തീർത്ത് പറയാൻ നിവൃത്തിയില്ലാത്തൊരു സാഹചര്യമാണ്. കാരണം സ്ത്രീ ആയതുകൊണ്ട് ഒരു സ്ത്രീകൾക്കൊരു പ്രത്യേകമായ ഒരു മമത, സ്നേഹം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ചില സ്ത്രീകളെല്ലാം അങ്ങോട്ട് കൊടുക്കുക. അത് ഏത് പാർട്ടിയാണെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. അപ്പം അതുകൊണ്ട് കൂടുതൽ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. അത് ഏത് വിഭാഗത്തിൽ നിന്ന് കിട്ടുമെന്ന് പറയാൻ
ഒക്കത്തില്ല. പ്രത്യേകിച്ചും സ്ത്രീ സമൂഹത്തിൽ നിന്നൊരു ഒഴുക്കുണ്ടാകുമെന്നൊരു തോന്നലുണ്ട്. കാരണം ശോഭയുടെ ഈ പ്രസംഗവും പ്രവൃത്തിയൊക്കെ ഒരുപാട് സ്ത്രീ സമൂഹത്തിനടുത്ത് ഒരുപാട് ആകർഷിക്കാനും സ്വാധീനിക്കാനും സാധിച്ചിട്ടുണ്ട്. ശോഭക്കെതിരെ ആരോപണം വന്നു. ഇതെല്ലാം നന്ദകുമാറുമായിട്ടുള്ള ഇടപാട്, ഭൂമി ഇടപാട്, അതവിടെ ഇമേജിനെ ബാധിച്ചിട്ടില്ല ഇലക്ഷനിൽ. കാണുമായിരിക്കും. അതെല്ലാം വിലയിരുത്തേണ്ടതാണ്. വെട്ടിപ്പൊട്ടിക്കുമ്പോൾ ഇമേജിന്റെ കുറവും കൂടുതലും നമുക്ക് അറിയാൻ സാധിക്കും. ഈ ആരോപണ പ്രത്യാരോപണങ്ങളെല്ലാം ഈ ഇലക്ഷൻ സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാ സ്ഥലത്തു നിന്നുണ്ടാകും. അതുപോലെ അല്ലാതെ ജനങ്ങൾ അത് കണ്ടുകൊണ്ട് ആരോപണവും പ്രത്യാരോപണവും കണ്ടുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ആളുകളൊന്നും ഇപ്പോൾ വോട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആളുകളെല്ലാം ആർക്ക് വോട്ട് കൊടുക്കണമെന്ന് നേരത്തെ തന്നെ നിശ്ചയിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം നന്ദകുമാറുമായിട്ടുള്ള ഇടപാട് ഉണ്ട് എന്നുള്ളത് അവർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു സ്ഥലക്കച്ചവടവും ഇടപാടിലേക്കും പോകുന്നത് അത് ശരിയായ ഒരു രീതിയാണോ? കാരണം ഈ ആളെ കുറിച്ച് നല്ല ധാരണ കേരള സമൂഹത്തിനുണ്ടല്ലോ. അതെനിക്കറിയില്ല. നമുക്കറിയാൻ പാടാത്ത കാര്യത്തെ പറ്റിയും ശരിയോ തെറ്റോ എന്ന് അവർ തമ്മിൽ പറഞ്ഞ കണക്ക് പറഞ്ഞ് എനിക്കറിയില്ല. ഞാനവിടെ പോയിട്ടില്ല. സർക്കാരിനെ കുറിച്ച് സംസ്ഥാന സർക്കാരിനെ കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ കൂടാവില്ലേ തെരഞ്ഞെടുപ്പ്? സംസ്ഥാന സർക്കാരിനെ കുറിച്ചുള്ള വിലയിരുത്തൽ കൂടാവില്ലേ തെരഞ്ഞെടുപ്പ്? എനിക്കറിയില്ല. അതങ്ങനെ വരുമോ? ഇത് സെൻട്രലിലുള്ള ഭരണമല്ലേ. കാരണം ഇതെല്ലാം മൊത്തം എന്ന് പറഞ്ഞാൽ ഇത് കേന്ദ്ര ഭരണത്തിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അതപ്പോൾ സംസ്ഥാനത്തിന്റെ ഒരു വിലയിരുത്തലാകുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത് മുഴുവൻ ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛനെന്ന നിലയിൽ നല്ല തടിയും പൊക്കവും ഒക്കെ ഉണ്ട്. അതാണ് എന്റെ വിലയിരുത്തല്. എന്നെയൊക്കെ തൂക്കമുണ്ട്. ഞാനൊന്നും പറയുന്നില്ല. ഈ ചേർത്തലയിൽ BJP വോട്ട് കൂടുമോ? ചേർത്തല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കൂടും. അല്ല, സൂക്ഷിച്ചില്ല. നിങ്ങൾ ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ എനിക്ക് വല്ല ബ്ലേഡ് അയച്ചാലാ? അങ്ങനെ അയച്ച പാർട്ടികളല്ലേ പലരും നിങ്ങൾ. ഞാൻ ചില പ്രവചനം നടത്തിയതിന്റെ പേരിൽ എനിക്ക് ബ്ലേഡ് പോസ്റ്റിൽ അയച്ചതില്ല. കാരണം നീ ചിരക്കാൻ പോടാന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ അയച്ച ആളുകൾ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ശരി പറഞ്ഞ് ആ ശരി വന്നിട്ട് ആ ശരിയാണ് ഞാൻ പറഞ്ഞതെന്ന് കറക്റ്റായിരുന്നു എന്ന് ആരും എന്നെ പ്രകൃതിച്ച് പറഞ്ഞില്ല. അതേസമയത്ത് എന്റെ ശരിയേട് ഞാൻ പറഞ്ഞൊരു തെറ്റ് അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ അത് പോഴ്ത്തി പറഞ്ഞ് എന്നെ തകർക്കാൻ നോക്കിയതാണ്. അതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷിച്ചേ പറയുള്ളൂ. അതുകൊണ്ട് എന്നെ ദയവ് ചെയ്ത് വിട്ടേര്. നമുക്ക് ഇനിയും പിന്നെയും കാണാം.